നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. രണ്ട് അധികായന്മാരായ മധ്യനിര താരങ്ങൾ ഇപ്പോൾ സീരിയയിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. യെസ്, ലുക്ക മോഡ്രിച്ചും കെവിൻ ഡിബ്രൂയിനയും. ഡിബ്രൂയിനെ കളിക്കുന്നത് നാപ്പോളിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ലുക്ക മോഡ്രിച്ച് കളിക്കുക AC മിലാന് വേണ്ടിയിട്ടാണ്. സോ പരസ്പരം ഏറ്റുമുട്ടുന്നതിനെക്കുറിച്ച് KDB ചില കാര്യങ്ങൾ പറയുന്നു. മോഡ്രിച്ചിനെ കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. കാരണം അദ്ദേഹം കൊവാസിച്ചിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. പലതവണ ഞങ്ങൾ സംസാരിച്ചിട്ടുമുണ്ട്. വളരെ നൈസ് ഗൈ ആണ് ലുക്ക മോഡ്രിച്ച്. എനിക്കൊരുപാട് റെസ്പെക്റ്റ് ഉണ്ട് അദ്ദേഹത്തോട്. അദ്ദേഹത്തെ വീണ്ടും കാണാൻ കഴിയുന്നു എന്നുള്ളതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. അദ്ദേഹത്തിനെതിരെ ഇനി കളിക്കാൻ പറ്റുമെന്നുള്ളതിൽ ഞാൻ ഹാപ്പിയാണ്. അദ്ദേഹത്തിനൊരു ഇൻക്രെഡിബിൾ കരിയർ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ഒരു ഗ്രേറ്റ് മാച്ചസ് ഞങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത് എന്നാണ് ഇപ്പോൾ കൊറിയറെ ഡെല്ലാ സ്പോർട്ടിനോട് കെവിൻ ഡിബ്രൂയിനെ പറയുന്നത്. KDBയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അദ്ദേഹം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത് മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടിയിട്ട്. 34 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്. സിറ്റിയിൽ തുടരാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് പുതിയ ഓഫറുകളൊന്നും കിട്ടിയില്ല. അങ്ങനെയാണ് അദ്ദേഹം നാപ്പോളിയിലേക്ക് ചേക്കേറിയതെങ്കിലും ലുക്ക മോഡ്രിച്ച് നീണ്ടകാലം റയൽ മാഡ്രിഡിൽ കളിച്ച് അവിടെ അദ്ദേഹം ലെജൻഡായി മാറി. അവിടെ വെച്ച് ബാലൻ ഡിയോറൊക്കെ നേടി അവിടുത്തെ കരാറ് പൂർത്തിയാക്കിയിട്ടാണ് ഇപ്പോൾ മറ്റൊരു വമ്പൻ ക്ലബായ AC മിലാനിലേക്ക് എത്തുന്നത്. എന്തായാലും രണ്ട് മിഡ്ഫീൽഡ് മെസ്ട്രോകൾ തമ്മിലുള്ള പോരാട്ടം ഇത്തവണ സീരിയയിൽ കാണാൻ പറ്റും. ആരുടെ ടീം വിജയിക്കും കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.